ഇന്ന് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ലോക ഭക്ഷ്യദിനത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഭക്ഷ്യദിനത്തിൽ മറ്റൊരു പ്രധാന കാര്യം പരിഗണിക്കേണ്ടത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഭക്ഷ്യാവശിഷ്ടങ്ങളുടെ ശരിയായ വിധത്തിലുള്ള സംസ്കരണം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിൽ ജൈവ കൃഷിക്ക് വളരെ പ്രാധാന്യം നൽകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു സ്ഥലത്ത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, അതിൻ്റെ കൺസംഷൻ എന്നിവയുടെ ഫലമായിട്ടുണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങൾ ശരിയായ വിധത്തിൽ സംസ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രംഗത്ത് ബയോഗ്യാസ് പ്ലാന്റുകൾ ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താം എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം അല്ലെങ്കിൽ ലോക ഭക്ഷ്യദിനത്തിൽ ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പ്രധാനമായും ജൈവ അവശിഷ്ടങ്ങളിൽ ഏറിയ പങ്കും ഭക്ഷ്യ അവശിഷ്ടങ്ങളാണ്. അത് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാവാം, ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളാവാം. ഇവയെ സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ നിർണായകമായൊരു പങ്ക് വഹിക്കുന്നതായിട്ട് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകളുടെ സഹായത്താൽ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ സംസ്കരിച്ചാൽ അവയെ ഒരു ഹരിത ഇന്ധനമായ ബയോഗ്യാസായും സംസ്കരണ ശേഷം പുറത്തു വരുന്ന ജൈവാവശിഷ്ടങ്ങളെ ഒരു ജൈവവളമായും ഉപയോഗിക്കാൻ സാധിക്കും. സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന ജൈവവാതകം തിരികെ ഭക്ഷ്യവസ്തുക്കളുടെ കുക്കിങ്ങിന് വേണ്ടിയുള്ള ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. സംസ്കരണ ശേഷം കിട്ടുന്ന ജൈവാവശിഷ്ടങ്ങൾ ജൈവ കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നതിന് സാധിക്കും. ഇപ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രാധാന്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു അവശ്യ വസ്തുവായി ബയോഗ്യാസ് പ്ലാന്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോക ഭക്ഷ്യദിനം ആചരിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നിലനിർത്തുന്നതിനും ബയോഗ്യാസ് പ്ലാന്റുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നതായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അന്തരീക്ഷ മലിനീകരണം ലഘൂകരിക്കുന്നതിന് പാചക ഇന്ധനങ്ങൾക്ക് പകരം ബയോഗ്യാസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ വിവിധങ്ങളായ നേട്ടങ്ങളാണ് ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഉപയോഗത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ലോക ഭക്ഷ്യ ദിനം ആചരിക്കുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകൾ അതിന് നൽകുന്ന നേട്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ ഒരു അവശ്യ വസ്തുവായി മാറ്റേണ്ടതിൻ്റെ സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ അത് ഒരു ലൈസൻസിന് വേണ്ടിയുള്ള ഒരു ഉപാധി എന്നുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സർക്കാരിനെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധി എന്നതിനുപരിയായി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാക്കുന്ന ഒരു വസ്തുവായി മനസ്സിലാക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങുന്നതിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ലോക ഭക്ഷ്യദിനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനും ബയോഗ്യാസ് പ്ലാന്റുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. താങ്ക് യു.